ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ബർഗർ കിട്ടുന്നൊരു സ്പോട്ടിലാണ്. പെൻറ്റാഡനിലാണ്. റീലിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് അവിടുത്തെ ബർഗറെല്ലാം സ്പെഷ്യലാണെന്ന്. എന്തായാലും അകത്തോട്ട് കയറി നോക്കാം. അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവരെ ഇൻറ്റീരിയറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല രീതിയിലുള്ള തീം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയൊരു ഫൗണ്ടൈൻ പോലെയുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹോളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നാലും ചെറിയ രീതിയിലെ പാർട്ടിക്ക് നടത്തുന്ന സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഉള്ളിലോട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തെ കാഴ്ച എന്ന് പറയുന്നതാണ്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പുറത്തെ വണ്ടി പോകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ഏകദേശം ഒരു 30 മിനിറ്റാണ് ഇവിടെ നമുക്ക് ഫുഡ് റെഡിയായി കിട്ടാനുള്ള ടൈം പറയുന്നത്. അത്ര നേരത്തെ പോസ്റ്റിന് ശേഷം നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. നമ്മൾ നിലവിൽ 3 ബർഗറാണ് പറഞ്ഞിരിക്കുന്നത്. ചിക്കൻ അയോലി ബർഗർ, രണ്ടാമത്തെന്ന് പറയുന്നത് ഈ യെല്ലോ കാസ്റ്റിൽ, മൂന്നാമത്തെ ബർഗർ എന്ന് പറയുന്നത് 3 സ്റ്റോൺ ബർഗറാണ്. ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ആദ്യത്തേത് ഞാൻ കഴിക്കുന്നത് യെല്ലോ കാസ്റ്റിലാണ്. കുഴപ്പമില്ലാത്ത ടേസ്റ്റ്, ഒരു തരക്കേടില്ലാത്ത ടേസ്റ്റ് എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഭയങ്കര കിടിലോന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഡിപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. യെല്ലോ ഡിപ്പ് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നമ്മളൊരു 3 ഡ്രിങ്കും പറഞ്ഞായിരുന്നു. പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോയും പിന്നെ മിന്റ് ലൈമും നോർമൽ ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് മിന്റ് ലൈമാണ്. ഞാൻ പേഴ്സണലി ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറിൻ്റെ അഡിക്റ്റാണ്. എനിക്ക് മിൻറ്റിൻ്റെ ലൈം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ രണ്ടാമത്തെ ബർഗർ 3 സ്റ്റോൺ ബർഗർ ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അതിൽ 3 പാറ്റി വരുന്നുണ്ട്. അത്യാവശ്യം വലുതാണ്. കുഴപ്പമില്ലായിരുന്നു. എനിക്കും അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര വാവുമായിട്ടൊന്നും തോന്നിയില്ല. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ്, ചീസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല, തരക്കേടില്ല എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു ബർഗർ കഴിച്ചു നോക്കി. ഓക്കെ ആയിരുന്നു. ഭയങ്കര ഗുഡായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇത് ഇത്രയും കഴിച്ചപ്പോൾ 1200 രൂപയാണ് ആയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫോർ നൗ. ബൈ.